ഇതിനൊക്കെ ഒരു പരിഹാരമാണോ? ഈ ഹർത്താൽ കൊണ്ടൊക്കെ ഇതിനൊക്കെ ഒരു പരിഹാരമാണോ? ഈ ലോകത്ത് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹർത്താലോ ഏത് സമരവും എന്തിനും പരിഹാരമാണോ എന്നൊക്കെ ചോദിച്ചാൽ പരിഹാരമാണ്. ഇപ്പൊ ഉപ്പ് സത്യാഗ്രഹം നടത്തുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്ന് ചോദിച്ചാൽ ചോദിക്കാം. പക്ഷെ താങ്കൾ അറിയേണ്ടത് ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ശരിയാണെന്ന് തോന്നും. പക്ഷെ അതല്ല സത്യം. ഏത് ലോകത്തും മാറ്റം കൊണ്ടുവരണത് ഇതുപോലെയല്ലോ കേവലം 90% ആളുകളും പിന്തുണച്ചിട്ടൊന്നുമല്ല. ഒരു 10% ആളുകൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുകയും അവർ ജനത്തെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യമാറ്റം ഉണ്ടാവുന്നത്. പക്ഷെ ഈ ഹർത്താലിന്റെ പിന്നിൽ അങ്ങനെയുള്ള ഒരു കാര്യം മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് ഒരു UDF-ഉം കോൺഗ്രസും ഒക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഹർത്താൽ കൂടി ആയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവർക്കറിയാം, അവർക്കായിട്ടൊരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ചിലപ്പോൾ ജനരോഷം ഉണ്ടാവും, വിയോജിപ്പ് ഉണ്ടാവും എന്നൊക്കെ അറിയാം. അപ്പൊ അതിന് പകരം ഒരു ഹർത്താൽ നടത്തിയതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഹർത്താൽ. നിതിന്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു ഹർത്താലിന് പോകണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയം ഉണ്ട്. ദളിത് പീഡനമൊക്കെ തന്നെ വലിയ സീരിയസ് ആയി നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ അതിന് ഈ ഹർത്താലാണോ പോംവഴി എന്ന് താങ്കൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. കാരണം ഹർത്താൽ ഒന്നാമത്തെ ഇത് നിതിനോട് പോലുള്ള ഒരു ദേഷ്യമുണ്ടാക്കും ആളുകൾക്ക് എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഇതൊരു പൊതുവികാരമായി മാറ്റാനായിട്ടോ അല്ലെങ്കിൽ അതിന്റെ പ്രചരണത്തിനോ ഒന്നും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയായിട്ടുള്ള കാര്യം ആണ്. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ CPM അധികാരത്തിൽ ഇരിക്കുന്നതോടുകൂടിയാണ് ഈ ഹർത്താൽ നടത്തിയിട്ടുള്ളത്. ഇപ്പൊ സണ്ണിയം കവിക്കാടിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ തന്നെ കോൺഗ്രസ് ഒക്കെ തന്നെ സീറ്റൊക്കെ ഓഫർ ചെയ്തിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത്തരത്തിൽ ഒരു ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെയൊക്കെ തന്നെ കൂടെ പിടിക്കാനായിട്ട് UDF ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ UDF സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു സമരമായിരുന്നു ആശാ സമരം എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇതും കൂടി എന്ത് ചെയ്തിട്ടുള്ളത്, സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് ഇപ്പൊ അത്ര വലിയ കാര്യമായിട്ടൊന്നുമല്ല.